അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നും AAP. മന്ത്രിമാരായ അതിഷി, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കെജ്രിവാളിൻ്റെ രാജി അംഗീകരിക്കണോ എന്ന കാര്യത്തിൽ ജനഹിത പരിശോധന നടത്താനും AAP തീരുമാനിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയും രാജ്യസഭാ MP രാഘവ് ചന്ദയും കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. भारत माता की इनकलाब वंदे वंदे. പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി പ്രഖ്യാപിച്ചത്. MLA-മാർ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും താൻ അഗ്നിശുദ്ധി വരുത്തിയ ശേഷം ജനവിധി അനുകൂലമായാൽ മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയുടെയും നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി വലിയ ജനസമ്പർക്ക പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. നാളെ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നും ജനങ്ങൾ കെജ്രിവാളിന് ഒപ്പമെന്നും ആം ആദ്മി പാർട്ടി പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും സൗരഭ് ഭരദ്വാജ് അറിയിച്ചു. आज ईद की छुट्टी है, लिहाजा कल यानी कि मंगलवार को जो पहला वर्किंग डे आता है उसमें मुख्यमंत्री अपने इस्तीफे को दे देंगे और इस्तीफा जैसे ही मंजूर होगा उसके बाद विधायक दल की जो है बैठक होगी. विधायक दल अपना एक नेता चुनेंगे तरीके का है और मुझे लगता है कि ज्यादा दिन नहीं, एक हफ्ते के अंदर ये सारी की सारी प्रक्रिया हो जानी चाहिए. MLA-മാർ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്ന് പറയുമ്പോഴും കെജ്രിവാൾ തുടരണമെന്ന തീരുമാനം MLA-മാരും പാർട്ടിയും കൈക്കൊള്ളാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ രാജിപ്രഖ്യാപനത്തെ രാഷ്ട്രീയ നാടകമെന്നാണ് BJP പരിഹസിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.